വയർമാൻ ദിനത്തോട് അനുബന്ധിച്ച സേവന പ്രവർത്തനങ്ങളുമായി കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ മുണ്ടക്കയം CMS LP സ്കൂളിൽ സൗജന്യ സേവനം ചെയ്ത വയർമാൻ ദിനം ആചരിച്ചു. KEWSA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അംഗീകൃത വയറിംഗ് തൊഴിലാളികളുടെ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ് കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. 1980 തിരുക്കൊച്ചി ആസ്ഥാനമായി രൂപീകൃതമായ സംഘടന ഇന്ന് 12 ജില്ലകളിൽ ശരാശരി രീതിയിൽ പ്രവർത്തനം നടത്തിവരുന്നു. എല്ലാ വർഷവും സംഘടനയുടെ സ്ഥാപക ദിനമായ മാർച്ച് 24-ന് വയർമാൻ ദിനമായി ആചരിക്കുന്നു. സംഘടനയുടെ അംഗങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കുക, സമൂഹത്തിൽ പാവപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് സൗജന്യ വയറിംഗ് ജോലികൾ സാധനം ഉൾപ്പെടെ പൂർത്തീകരിച്ച് നൽകുക, ലൈസൻസ് ഇല്ലാത്തവർക്ക് അത് എടുത്തു നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക, അനധികൃത വയറിംഗ് തടയുക, സൗജന്യ വയറിംഗ് ജോലികൾ ചെയ്യുക എന്നിവയെല്ലാമാണ് സംഘടനയുടെ ലക്ഷ്യങ്ങൾ. വയർമാൻ ദിനാചരണത്തിന്റെ ഭാഗമായി മുണ്ടക്കയത്തെ അക്ഷര മുത്തശ്ശിയായ CMS LP സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബിന്റെ ഇലക്ട്രിക്കൽ ജോലികൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യമായി ചെയ്തു നൽകി. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ എന്ന KEWSA എന്ന ചുരുക്കപ്പേര് അറിയപ്പെടുന്ന ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയൻ സംഘടനയാണ് ഞങ്ങളുടെ ഈ സംഘടന. ഇത് സ്ഥാപിതമായിട്ട് 1980 സ്ഥാപിതമായ ദിവസമാണ് മാർച്ച് 24. എല്ലാ മാർച്ച് 24-ലും ഞങ്ങൾ ഇതുപോലെ വയർമാൻ ദിനമായിട്ട് കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും ഇതുപോലെ ആഘോഷങ്ങൾ നടത്തി വരുന്നു. എല്ലാ വർഷവും ഈ സംഘടനയുടെ ഇതിൽ ഈ ദിവസം സൗജന്യ വയറിങ് അല്ലെങ്കിൽ ഇതുപോലെ സന്നദ്ധ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായും ചെയ്തു വരുന്നത്. ഈ സംഘടന കൂടുതലായിട്ടും ഊന്നൽ നൽകുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി തന്നെയാണ്. ക്ഷേമനിധി, ക്ഷേമ ഫണ്ട്, പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതലും ഊന്നൽ നൽകി വരുന്നത്. സ്ഥാപക ദിനത്തോട് അനുബന്ധിച്ച് KEWSA പ്രസിഡന്റ് മേഴ്സൺ മാത്യു പതാക ഉയർത്തി. സെക്രട്ടറി അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആൽവിൻ ജോസഫ്, സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് മഞ്ജുഷ തോമസിന് മൊമെന്റോ നൽകി. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.